ദേശാതിർത്തിക്കപ്പുറമുള്ളവരും മനുഷ്യരാണ്. അവരും വികാരമുള്ളവരാണ്. പാക് സ്നേഹവും ഉള്ളിൽ ഇന്ത്യ വിരുദ്ധതയും നിറഞ്ഞു തുളുമ്പി CPM പ്രാദേശിക നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്ത്യക്കുള്ളിൽ എന്തിനധികം നമ്മുടെ കേരളത്തിനുള്ളിൽ പോലും പാക് അനുകൂല കിങ്കരന്മാർ അരങ്ങു വാഴുന്നു എന്നതിന്റെ തെളിവാണ് ഈ പോസ്റ്റ്. സ്വന്തം രാജ്യത്ത് കയറി ഭീകരന്മാർ മതം ചോദിച്ച് നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങളെ ഇല്ലാതാക്കിയതോടെ അവരോടാണ് കേരളത്തിലെ ഇടത് പാർട്ടി അനുഭാവികൾക്ക് കൂറ് എന്നതാണ് ഈ ഒരു പോസ്റ്റ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ സ്ലീപ്പർ സെല്ലുകൾ നമുക്ക് ചുറ്റും വിഹരിക്കുന്നുണ്ട് എന്നതിന് കൂടെ ഒരു അടയാളമാണ് ഈ ഒരു പോസ്റ്റ് തെളിയിക്കുന്നത്. പാകിസ്ഥാനികളെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തിയാൽ മാത്രം പോരാ, അതിനോടൊപ്പം തന്നെ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകളെയും കണ്ടെത്തി ഇല്ലാതാക്കണം എന്നത് തന്നെയാണ് അനിവാര്യമായ കാര്യം. അങ്ങനെ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ഇല്ലെങ്കിൽ ആക്രമണങ്ങൾ തുടർക്കഥ മാത്രമായി മാറും. പാകിസ്ഥാനെ തൊട്ടാൽ നാട്ടിലെ മതേതരവാദികൾക്ക് പൊള്ളുമെന്ന് കൂടെ ഓർക്കേണ്ടതുണ്ട് എന്നും ഈ പോസ്റ്റ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായി തന്നെ മുന്നോട്ട് പ്രവർത്തിച്ചു പോകണം എന്നതുകൂടെ ഇവിടെ പറയാതെ വയ്യ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പാക് അനുകൂല പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. കാങ്കോടി പഞ്ചായത്ത് പ്രസിഡന്റായ ഷീബയുടേതാണ് പാക് അനുകൂല പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ദേശാതിർത്തിക്കപ്പുറമുള്ളവരും മനുഷ്യരാണ്, അവരും വികാരമുള്ളവരാണ് എന്നതായിരുന്നു ഷീബയുടെ കുറിപ്പ്. എന്തായാലും ഈ ഒരു കുറിപ്പ് വിവാദമായതോടെ തന്നെ ആശാത്തി ആ ഒരു കുറിപ്പ് പിൻവലിക്കുകയാണ് ചെയ്തത്. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിനിടയിലാണ് CPM നേതാവ് പാക് വെല്ലുവിളി പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ വിമർശനം ഉയർന്നതോടെ തന്നെയാണ് പോസ്റ്റ് അവർ മുക്കിയിരിക്കുന്നത്. പിന്നാലെ തന്നെ ഈ ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടി അടുത്ത പോസ്റ്റുമായി എത്തുകയും ചെയ്തിട്ടുണ്ട്. ജീവൻ പണയം വെച്ച് ഇന്ത്യൻ സൈന്യം നടത്തുന്ന ശ്രമങ്ങൾ വിലമതിക്കാനാവാത്തതാണ് എന്നതാണ്. അതിനിടയിലും അതിർത്തിയിൽ ജീവിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണ മനുഷ്യരെ കുറിച്ചുള്ള ചിന്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നതായും ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് ആവർത്തിച്ച് വിളിച്ചവർ നാം എന്നതായിരുന്നു അടുത്ത പോസ്റ്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അതേസമയം പാക് അനുകൂല പോസ്റ്റുമായി എഴുത്തുകാരിയും ടീച്ചറുമായ ശാരദക്കുട്ടി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അവരുടെ പ്രസ്താവനയാകട്ടെ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയതും. തിരിച്ചടി നൽകിയത് ശരിയായില്ല എന്നും പാക് ഭീകരർക്ക് നല്ല ബുദ്ധി ലഭിക്കാൻ പ്രാർത്ഥിക്കുകയായിരുന്നു വേണ്ടതെന്നുമാണ് ശാരദക്കുട്ടിയുടെ അഭിപ്രായം. രാജ്യമെന്ന് കേട്ടാലല്ല, മനുഷ്യനെന്ന് കേട്ടാലാണ് അന്തരംഗം അഭിമാനപൂരിതമാകുന്നതെന്നും അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം വ്യക്തിപരമായ പ്രതികാര വഞ്ചനകളല്ലാത്ത ഒരാൾക്ക് അതേ ശക്തിയിൽ തിരിച്ചടിച്ചു എന്നൊക്കെ കേട്ടാൽ ആവേശമോ അഭിമാനമോ തോന്നില്ല. പകരത്തിനു പകരമെന്നത് ജീവിതത്തിൽ എന്തെങ്കിലും തോന്നിയിരുന്നെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം എനിക്കുണ്ടാകുമായിരുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ വീടിനൊരാൾ കല്ലെറിഞ്ഞിട്ട് പോയാൽ തിരിച്ച് അയാളുടെ വീടിന് കല്ലെറിയുകയല്ല ഞാൻ ആലോചിക്കുക. രാജ്യമെന്ന് കേട്ടാലല്ല, മനുഷ്യനെന്ന് കേട്ടാൽ മാത്രമാണ് എൻ്റെ അന്തരംഗം അഭിമാനപൂരിതമാവുക. ദേശമെന്ന് കേട്ടാലല്ല, മനുഷ്യനെന്ന് കേട്ടാൽ മാത്രമാണ് എൻ്റെ സിരകളിൽ ചോര പതയുക. വേദനിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ കരയുന്ന അതേ ശബ്ദത്തിലാകും കേരളത്തിലെ ഏത് കുഞ്ഞും കരയുക എന്ന് ഓർക്കുമ്പോൾ ഒരു വേദന എൻ്റെ ഗർഭപാത്രത്തെ പിളർക്കുന്നുണ്ട്. സമാധാനത്തോളം വലുതല്ല മറ്റൊന്നും. അത് മറ്റൊരാളെ തിരിച്ചു തല്ലിയാൽ കിട്ടുന്നതല്ല, അവർക്ക് നല്ല ബുദ്ധിക്കായി പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ്. അശക്തരെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണേ എന്നതിലും വലിയ പ്രാർത്ഥനയില്ല എന്നതായിരുന്നു അവർ കുറിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.